വെൽക്കം ടു എപ്പിസോഡ് 6 ഓഫ് ക്രോഷ്യ ബേസിക്സ്. ഇന്ന് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുന്ന മേലെ എങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളത് പഠിക്കാട്ടോ. ഇതാണ് സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും തമ്മിലുള്ള ഡിഫറൻസ്. വലുപ്പത്തിന്റെ വ്യത്യാസം കണ്ടില്ലേ? ഇനി ഇത് എങ്ങനെ ചെയ്തെടുക്കാന്ന് നോക്കാം. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഫൗണ്ടേഷൻ ചെയിൻ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിലെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് സ്റ്റിച്ച്. ഈ ഫോർത്ത് സ്റ്റിച്ചിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണ മുന്നേ ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നാലാമത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തെടുക്കുക. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇനി വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ വീണ്ടും 2 ലൂപ്പ് കിട്ടില്ലേ? വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഒരു ഡബിൾ ക്രോഷ്യ ആയി. ഒന്നുകൂടെ പറഞ്ഞുതരാട്ടോ. ആദ്യം യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ ഇട്ടത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ കൂടെ കടത്തിവിടുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് അതിൽ കൂടെ തന്നെ പുറത്തെടുക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് മറ്റേ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുൾ ത്രൂ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എല്ലാ ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഓരോ ഡബിൾ ക്രോഷ്യം ഒരു 3 ഫൗണ്ടേഷൻ ചെയ്യേണ്ട അത്രയും ലെങ്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം വിട്ടിട്ട് 4ാമത്തേൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.